പമ്പയിൽ ശബരിമല തീർത്ഥാടന അവലോകന യോഗം ചേരുന്നു. ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഭാരവാഹികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നു. നന്ദുഷ ചേരുന്നുണ്ട്. നന്ദുഷ, യോഗം ആരംഭിച്ചോ? ആരൊക്കെയാണ് യോഗത്തിലുള്ളത്? എന്തൊക്കെയാണ് പ്രധാന അജണ്ട? ദേവസ്വം മന്ത്രി, ദേവസ്വം പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ യോഗം പുരോഗമിക്കുന്നത്. അതോടൊപ്പം പോലീസിന്റെ ചുമതലയുള്ള സന്നിധാനത്തെ ചീഫ് പോലീസ് ഓഫീസർ എസ് ശ്രീജിത്തും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് വൃശ്ചികം 1, 2 തീയതികളിൽ സന്നിധാനത്ത് അനുഭവപ്പെട്ട കനത്ത തിരക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. ഈ തിരക്കിന് കാരണമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പരിഗണിച്ച് അത് ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരമൊരു തിരക്ക് ഉണ്ടാകാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ഒരുക്കുക എന്നത് തന്നെയാണ് യോഗത്തിന്റെ പ്രധാന ഉദ്ദേശം. അതോടൊപ്പം മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുൻപ് ഇത്തരത്തിൽ ദേവസ്വം മന്ത്രി പ്രത്യേകിച്ച് വകുപ്പുകളുടെ ഏകോപനത്തിന് സംബന്ധിക്കുന്ന യോഗങ്ങളൊന്നും വിളിച്ചു ചേർത്തിട്ടില്ല എന്നൊരു ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യോഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ സമഗ്രമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും കൂടി യോഗം പരിശോധിക്കുന്നുണ്ട്. ഏതായാലും പന്തളത്തിന് ശേഷം കൂടുതൽ ഭക്തർ ശബരിമലയിലേക്ക് വരാൻ സാധ്യതയുള്ളതിനാൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ദേവസ്വം ബോർഡിന്റെ പോലീസിന്റെ തീരുമാനം. സംസ്ഥാന സർക്കാരിന്റെ കൂടി മേൽനോട്ടത്തിലായിരിക്കും ഈ നടപടികൾ മുന്നോട്ട് പോവുക. ഇതായിരിക്കും യോഗത്തിലെ പ്രധാന അജണ്ടയാവുക തന്നെ.